ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പത്തരമാറ്റ പ്രൊമോ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയിരിക്കുന്ന രംഗം നമ്മുടെ പുതിയ CA സച്ചിദാനന്ദൻ സ്റ്റേഷനിലോട്ട് എത്തുകയും അതിനെ തുടർന്ന് പുള്ളി തന്നെ സ്വയം പുള്ളിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദുവായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. കണ്ടിട്ട് നന്ദുവിന് അത്ര ഒരു സുഖം അങ്ങോട്ട് തോന്നുന്നില്ല. അത്രയും നല്ലൊരു ഗുഡ് ക്യാരക്ടറായിട്ട് നന്ദുവിന് ഫീൽ ചെയ്യുന്നില്ല. എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ നന്ദുവിന് തോന്നുന്നില്ല പുള്ളിയുടെ സംസാര രീതിയിലും മറ്റുമൊക്കെ. അതായത് നന്ദുവിൻ്റെ കൂടെ കുറച്ച് കൂടുതലായിട്ട് ഓവറായിട്ടുള്ള ഒരു ഇടപെടലുണ്ടോ എന്നുള്ളൊരു ചിന്ത നന്ദുവിന് വരുന്നു. അപ്പോൾ പുള്ളി ഇതിന് മുന്നേ നിന്ന സ്റ്റേഷനിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, സ്റ്റേഷനിൽ മർദ്ദനം എനിക്കൊരു ഹോബിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് സ്വയം പൊക്കി പുള്ളിനെക്കുറിച്ച് പറയുന്ന രംഗത്തോടു കൂടെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ ഇന്ന് വരാനിരിക്കുന്ന നമ്മുടെ പത്തരമാറ്റിൻ്റെ പ്രൊമോയിലോട്ട് നമുക്കൊന്ന് പോകാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതിനോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാവരും ഒന്ന് സബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന രംഗം തന്നെ നമ്മുടെ അനന്തപുരി തറവാടാണ്. അവിടെ മാധ്യമങ്ങളുടെ ഒരു പ്രളയം തന്നെ ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ അനന്തപുരി തറവാടിനെ കുറിച്ച് നമ്മുടെ അനാമിക ഒരുപാട് മഞ്ഞ ചാനൽ പോലെയുള്ള അത്ര വലിയ ചാനലുകളൊന്നുമല്ല, അതുപോലെയുള്ള ചാനലുകളിൽ ഇവരെ മോശപ്പെടുത്തിയുള്ള ഒരുപാട് കാര്യങ്ങളും ഇപ്പോഴത്തെ MD ആയ നമ്മുടെ ആദർശിനെ മോശപ്പെടുത്തിയുള്ള കുറേ കാര്യങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സത്യമാണോ, അത് നിങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതൊക്കെ ചോദിച്ചുകൊണ്ട് ഒന്ന് രണ്ട് ചാനലുകാരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ആദർശും നയനയും പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ അവരോട് കുറച്ച് പേര് മാധ്യമക്കാർ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാർ അനന്തപുരി തറവാടിലെ മൂർത്തി ജ്വല്ലേഴ്സിൻ്റെ ഇപ്പോഴത്തെ MD ആയ താങ്കൾ ഈ വാർത്തകൾ നിഷേധിക്കുന്നുണ്ടോ, ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതൊരിക്കലും അംഗീകരിക്കുന്നില്ല. കാര്യം ഇതിൽ നിങ്ങളെപ്പോലെയുള്ള ഓരോ മാധ്യമക്കാർ ഇതുപോലെയുള്ള ഓരോ ന്യൂസുകൾ ഇറക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ മറുപടി പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ നയനയോട് ചോദിക്കുന്നുണ്ട്, മാഡം നിങ്ങൾ ഒരു അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു ഡിസൈനറാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ച് വരുന്നത് നിങ്ങൾ അത് ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ടോ? അതിന് എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഇതൊന്നും സത്യമായിട്ടുള്ള കാര്യങ്ങളും അല്ല, അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് നിൽക്കുമോ എന്നുള്ള രീതിയിൽ നയനയും അവരോട് എതിർത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നിഷേധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ആദർശിൻ്റെ അച്ഛൻ ജയൻ പറയും, ഇത് നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളിൽ തന്നിക്കുന്നത് ആരൊക്കെയാണ്, അവരുടെ അടുത്ത് പോയി നിങ്ങൾ ചോദിക്കൂ എന്ന് പറയുന്ന രംഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം മുത്തശ്ശനായ മൂർത്തിയും മുത്തശ്ശിയും കടന്നു വരികയാണ്. എൻ്റെ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ ന്യൂസുകളും ഇനി ഇവിടെ നിന്ന് ഞങ്ങളുടെ തറവാട്ടിൽ നിന്നും കൂടെ കിട്ടുന്ന ന്യൂസുകളും കൂടെ ചേർത്ത് അത് രണ്ടും കൂടെ ചേർത്ത് ഇനി നിങ്ങൾക്ക് അടുത്ത പുതിയ ന്യൂസ് അടിച്ചിറക്കാനുള്ള രീതിക്കാണ് നിങ്ങൾ വന്നതെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ ഈ അനന്തപുരി തറവാട്ടിലോട്ട് കാലെടുത്ത് വെക്കേണ്ടതില്ല. മൂർത്തി ജ്വല്ലറി എപ്പോഴും കൊടുക്കുന്നത് സത്യമായ സ്വർണ്ണമാണെന്നും അതിന് യാതൊരു പത്തരമാറ്റായിട്ടുള്ള സ്വർണ്ണമാണെന്നും അത് ഏത് ജ്വല്ലറിയിൽ കൂടെ സെയിൽ ചെയ്താലും മൂർത്തി ജ്വല്ലറിയുടെ സ്വർണ്ണത്തിന് അതിൻ്റേതായ മാഹാത്മ്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ തറവാടിനും അതിൻ്റേതായ മാഹാത്മ്യമുണ്ട്. ഇതുപോലെയുള്ള കെട്ടുകഥകൾക്ക് മറുപടി കൊടുക്കലല്ല ഞങ്ങളുടെ ഇതൊന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും മാധ്യമക്കാർ പറയുന്നുണ്ട്, എങ്കിലും ഒരുപാട് മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചാനലുകളിലും നിങ്ങളുടെ തറവാടിനെ കുറിച്ചാണല്ലോ കൂടുതലും പറയുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? അപ്പോൾ മുത്തശ്ശൻ പറയും, സത്യാവസ്ഥ ഉണ്ടോ എന്ന് ഞങ്ങളല്ല പോകേണ്ടത്, നിങ്ങൾ പോയി അത് തിരക്കി അതിൽ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്നും അല്ല ഇതിൽ മറ്റാരുടെയെങ്കിലും ഉള്ള കളികളാണോ എന്നുള്ളതും തെളിയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. മേലാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അനന്തപുരി തറവാട്ടിൻ്റെ ഗേറ്റിനകത്തോട്ട് മേലാൽ കടക്കരുതെന്ന് പറഞ്ഞ് മുത്തശ്ശൻ നല്ല രീതിയിൽ താക്കീത് കൊടുത്താണ് മാധ്യമങ്ങളെ വിടുന്നത്. എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ആൻസറും ഈ ഇൻ്റർവ്യൂ കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും പുറത്തു പോകാമെന്ന് പറഞ്ഞ് അദ്ദേഹം മാധ്യമങ്ങളോട് കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അങ്ങനെ അവർ പോവാണ്. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്, വന്നത് വെറുതെ ആയല്ലോ, ഒരു ഇതും കിട്ടിയിട്ടുമില്ല, വെറുതെ വന്നു എന്നുള്ള രീതിയിൽ മാധ്യമക്കാർ പോവാണ്. എന്നിട്ട് അവർ പോയി കഴിയുമ്പോൾ മുത്തശ്ശൻ നമ്മുടെ ആദർശിൻ്റെ അടുത്തും നയനയുടെ അടുത്തും പറയും, ആദർശേ, ഇവിടെ നിൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ നിൻ്റെ മുത്തശ്ശനോ മുത്തശ്ശിക്കോ നിൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ആർക്കും തന്നെ നിന്നിൽ വിശ്വാസക്കുറവില്ല. പിന്നെ നീ എന്തിനാ പേടിക്കണത്? അതുകൊണ്ട് നീ ജ്വല്ലറിയിലും പുറത്ത് പോകുമ്പോഴും ഇതുപോലെയുള്ള മാധ്യമങ്ങളൊക്കെ വന്ന് നിന്നെയും നയനേനെയും ചിലപ്പോൾ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും മറുപടി കൊടുക്കാൻ നിങ്ങൾ നിൽക്കണ്ട എന്ന് മുത്തശ്ശൻ അവരുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്തും പറയുന്ന ഒരു സീനാണ് കാണുന്നത്. ഇനി അടുത്തതായി വരുന്നത്
അപ്പോൾ നമ്മുടെ ചാനലുകാരൊക്കെ വന്ന് പോണതൊക്കെ നമ്മുടെ ജലജ കുറച്ച് അവിടെ തന്നെ നിന്ന് ജലജ കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ജലജ അകത്തോട്ട് വരുമ്പോൾ നമ്മുടെ അബി അവിടെ ഇരിക്കുകയാണ് ഹാളിൽ. എന്നിട്ട് അബിയുടെ അടുത്ത് ഒന്ന് പറയണം, മോനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, നീ ഇവിടെ തന്നെ ഇരുന്നോ കേട്ടോ, നീ ഇവിടെ ഇതൊന്നും അറിയണില്ലേ, ചാനലുകാരൊക്കെ ഇതേ വന്നിട്ടുണ്ട്, നീ ഇവിടെ അകത്ത് കയറിയിരിക്കും, നീ ഇതൊക്കെ കാണാൻ ഇങ്ങോട്ട് പുറത്തേക്ക് വാ. ഇല്ലമ്മേ, നമ്മൾ ഈ സമയത്ത് പിന്നിലേ നിൽക്കാൻ പാടുള്ളൂ, നമ്മൾ മുന്നിൽ കളത്തിൽ ഇറങ്ങാൻ പാടില്ല, എങ്കിൽ നമ്മൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്നറിയും. നമ്മൾ പിന്നിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നിൽ ആൾക്കാരുണ്ട് നിർത്താൻ, അനാമിക അവൾ നിന്ന് കളിച്ചോളൂ. എന്തായാലും അനന്തപുരി തറവാട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ എന്തായാലും ഇടിഞ്ഞു മറിയൂ. അമ്മ കണ്ടോ, ഇതൊന്നും അല്ല, ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിപ്പം ആദർശിൻ്റെ കേസ് മാത്രമല്ലേ ആയിട്ടുള്ളൂ, ഇനി പല കഥകളും വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ആ രീതിക്ക് ഞാൻ അനാമിക ഇളക്കി വിട്ടിട്ടുണ്ട്. എന്നാലും നീ അവരെ മുമ്പിലൊക്കെ നെളിഞ്ഞു നിന്നോ പോലെ, നമ്മളെന്തിനാ പിന്നെ നിൽക്കുന്നത്? ഇല്ലമ്മ, കാരണം ആദർശിനും നയനയ്ക്കും എന്തായാലും എന്നെ ഒരു ചെറിയ സംശയമുണ്ട്. അപ്പം നമ്മൾ അതിനിട കൊടുക്കരുത്, കാരണം നമ്മളെപ്പോഴും പിന്നിൽ നിൽക്കണയാണ് ബുദ്ധി. ഇനിയിപ്പോൾ അമ്മ നമ്മുടെ അനാമികയാണെങ്കിലും എന്തായാലും അവൾ ഈ കുടുംബത്ത് വന്നത് എന്തുകൊണ്ട് നല്ലതായെന്ന് ജലജ പറയുന്നുണ്ട്. എന്തായാലും ഇറക്കി വിട്ടത് എങ്കിലും പുറത്ത് നിന്നാണെങ്കിലും ഇപ്പോൾ അച്ഛനെ മനസ്സിലായിട്ടുണ്ട് കാര്യം, അവളെ ഇറക്കി വിടേണ്ടിയില്ലായിരുന്നു എന്ന്. അമ്മ എന്താ ഈ പറയുന്നത്? അങ്ങനെ രണ്ടുപേരും വളരെ സന്തോഷിച്ച് നല്ല രീതിയിൽ പോവാണ്. കാര്യം മാധ്യമങ്ങളൊക്കെ അനന്തപുരി തറവാട് മൊത്തം നിറഞ്ഞു. ഇനിയിപ്പോൾ ജലജ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും അച്ഛനും ആദർശം പുറത്തിറങ്ങില്ല, എന്തായാലും അമ്മാതിരി നാണം കെടുത്തും മാധ്യമങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അബിക്ക് അതിനേക്കാളേറെ സന്തോഷമാണ്. കാര്യം എന്ന് വെച്ചാൽ അവൻ ഇറങ്ങിയില്ലെങ്കിലും ഈ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ട് അനാമികേനെ മുന്നിൽ നിർത്തി കളിക്കാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷമാണ് അബിയുടെ ആ മുഖത്ത് ഫീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവും പോലീസുകാരും അവരുടെ റോഡ് ഡ്യൂട്ടി എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരുത്തനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ലൈസൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല, എൻ്റെ അടുത്ത് ഇതൊന്നും ചോദിക്കേണ്ട, ഞാനൊരു മെമ്പറുടെ മകനാണ്, എനിക്ക് ലൈസൻസിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നു. ഓഹോ, നല്ല മെമ്പറുടെ മകനായ ലൈസൻസ് ഇല്ലാണ്ട് റോഡിൽ വണ്ടി ഓടിക്കാമെന്നും പറഞ്ഞ് നന്ദു അവനെ വിരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ താരമായിട്ടുള്ള നമ്മുടെ സച്ചിദാനന്ദൻ ബുള്ളറ്റിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നന്ദുവിൻ്റെ മുമ്പിൽ ഒന്ന് ഷോ കാണിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. അപ്പോൾ പുള്ളി ബുള്ളറ്റ് പതുക്കെ ഒതുക്കി വെച്ചിട്ട് നന്ദുവിൻ്റെ മുമ്പിലും പോലീസുകാരുടെ മുമ്പിലും വരെയാണ്. എന്നിട്ട് വന്ന പാടാണ് ഒരൊറ്റ കീറ് ആ ചെറുക്കനിട്ട് കൊടുക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ, നീ ഏത് മെമ്പറുടെ മോനായാലും എന്നടാ, റോഡിൽ വണ്ടി ഓടിക്കണമെങ്കിൽ ഇനിമേലെ ലൈസൻസ് ഇല്ലാണ്ട് നിന്നെ കണ്ടുപോകരുത്, വേണമെങ്കിൽ നിൻ്റെ മെമ്പറായ അച്ഛൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞുതരാം ഞാൻ തല്ലിയെന്ന്, എന്നെ അറിയട്ടെ. അങ്ങനെ ഈ സ്റ്റേഷനിലുള്ള ഈ സ്റ്റേഷൻ പരിധി വരുന്ന എല്ലാവരും അറിയണം, ഇവിടെ സച്ചിദാനന്ദൻ സച്ചിയുള്ള സ്റ്റേഷനിൽ ഇങ്ങനെയാണ്, ലൈസൻസ് ഒന്നും ഇല്ലാണ്ട് റോഡിലൊന്നും ഇറങ്ങി വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയണം, എൻ്റെ പേര് നാലാളങ്ങോട്ട് അറിയട്ടെ എന്നും പറഞ്ഞ് വലിയ ഷോ കാണിച്ചിട്ട് പുള്ളി പോവാണ്. പക്ഷേ പുള്ളി പോണേൻ്റെ തൊട്ട് പുറകെ തന്നെ പുള്ളിക്ക് 8ൻ്റെ പണി കിട്ടി. കാരണം ഇയാളെ പോയതിൻ്റെ പുറകെ തന്നെ മറ്റേ പോലീസുകാരൻ വന്ന് നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് മിക്കവാറും പുള്ളിക്കുള്ള 8ൻ്റെ പണിക്കുള്ളതാണ്. കാര്യം ഈ ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ആ ചെറുക്കനെ മറ്റും തല്ലേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് നന്ദുവിൻ്റെ അടുത്ത് ആ മറ്റേ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ കാണിക്കുന്ന സീന്, ഇയാൾ ബുള്ളറ്റ് വരികയാണ്, ഇയാളുടെ ഫോളോ ചെയ്ത് 2 ഗുണ്ടകൾ ബൈക്കിൽ വരികയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് വണ്ടി അവർ തടഞ്ഞു നിർത്തിയിട്ട് മതിയായ സ്റ്റണ്ടാണ്. അവസാനം പുള്ളിയെ ഇടിക്കുന്നുണ്ട്, അവന്മാരും തിരിച്ച് പുള്ളീനെ CA ഇടിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം CAനെ എടുത്തിട്ട് ഇടിച്ച് നന്നായിട്ട് ഇടിച്ച് ഇതാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദുവും ടീമും വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ CA എടുത്തിട്ട് അവിടെ ഇട്ട് റോഡിലിട്ട് അലക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവർ പിന്നെ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തിയിട്ട് ഓടി വന്ന് അയാളെ രക്ഷിച്ച് അയാളെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന രംഗമാണ്. എന്നിട്ട് ആ ഗുണ്ടകളെ പിടിച്ച് കൊണ്ടുപോകുന്ന രംഗമാണ്. എന്നിട്ട് CA പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും ബുള്ളറ്റ് ഓടിക്കാൻ പറ്റില്ല, ഞാൻ എന്തായാലും നിങ്ങളെ കൂടെ വരാം, എൻ്റെ മറ്റേ പോലീസുകാരൻ്റെ അടുത്ത് വണ്ടി കൊണ്ടുവന്ന് എൻ്റെ ഗസ്റ്റ് ഹൗസിൽ വെക്കാൻ പറയുന്ന രംഗമാണ് കാണിക്കുന്നത്. എന്തായാലും നന്ദുവിൻ്റെ മുമ്പിലൊക്കെ ആളൊന്ന് ഒരു പാളിപ്പോയി. കാര്യം വെച്ചാൽ വലിയ സ്റ്റണ്ടുകാരനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം 2 ഗുണ്ടുകളുടെ ഇടിയും കൊണ്ട് അവിടെ കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നത് ഒരു ചെറിയ ചമ്മൽ പോലെ പുള്ളിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അടുത്ത റോള് കാണിക്കുന്നത് നമ്മുടെ അനിയുടെ അച്ഛൻ അജയനും ജാനകിനെയാണ്. അപ്പോൾ ജാനകി ഹാളിൽ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ അനന്തപുരി തറവാടിനെ കുറിച്ചുള്ള ആ ഇൻ്റർവ്യൂ വന്നില്ല, അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അജയൻ ഇങ്ങനെ കടന്നു വന്നിട്ട് ആ റിമോട്ട് എടുത്തിട്ട് TV അങ്ങ് ഓഫ് ചെയ്യും. അപ്പോൾ നമ്മുടെ ജാനകി എഴുന്നേറ്റ് ചോദിക്കുക, എന്തിനാണ് TV ഓഫ് ചെയ്യുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ നീ ഇതിപ്പോൾ കാണണ്ടെന്ന് പറയും. എന്നിട്ട് പിന്നെ അവർ തമ്മിലൊരു വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുകയാണ്. അതായത് ഇതിൻ്റെ പിന്നിലെല്ലാം ആ അനാമികയാണ്,
അവൾ തന്നെയാണ് ഇതെല്ലാം പുറലോകത്ത് ഇതുപോലെ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ അജയൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജാനകി എതിർക്കുന്നുണ്ട്. എൻ്റെ അനാമിക മോള് അത് ചെയ്യണമെങ്കിൽ അവൾക്ക് അതിൻ്റേതായ കാരണങ്ങളും ഉണ്ട്. ഓഹോ, അപ്പോൾ അനാമികയാണെന്നുള്ളത് അറിയാം നിനക്ക്, അപ്പം നീയും കൂടെ അറിഞ്ഞുകൊണ്ടാണോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അജയേട്ട പറയല്ലെന്ന് നമ്മുടെ ജാനകി പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അജയൻ അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അവളും അവളുടെ കുടുംബവും നമ്മുടെ ഈ തറവാടിൻ്റെ പടി പോലും ചവിട്ടാൻ യോഗ്യതയില്ലാത്തവരാണ് എന്ന് അജയൻ പറയുന്നുണ്ട്. അപ്പോൾ ജാനകി അതിനൊക്കെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അജയൻ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്കൊരു കാർ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടായിരുന്നു, ഇപ്പം എന്ത് ചെയ്യുക ആ കാറ്. അതുപോലെ ഈ അടുത്തായിട്ട് അനാമിക മോക്ക് മേടിച്ചതെന്ന് പറഞ്ഞ ഒരു ഫ്ലോട്ടിൻ്റെ പ്രോപ്പർട്ടി കൊണ്ടുവന്ന് ഇവിടെ കാണിച്ചിട്ട് ഇപ്പോൾ ആ പ്രോപ്പർട്ടിയൊന്നും അയാളുടെ ഒന്നും അല്ല. അങ്ങനെ കൊള്ളരുതാത്ത രീതിയിൽ ഒരു വളർത്തി വെച്ചേക്കുന്ന ഒരു മോളാണ് ഈ അനാമിക. അവനും കൊള്ളില്ല, അവൻ്റെ മോളും കൊള്ളില്ല, ഭാര്യ ഒന്നും, ആ കുടുംബമേ നമുക്ക് കൊള്ളാത്തതാണ്. എടി നിനക്കറിയോ, ഈ മൂർത്തി എന്ന് പറയുന്ന ഞങ്ങളുടെ അച്ഛൻ്റെ മക്കളാവാൻ എനിക്കും എൻ്റെ ചേട്ടനും ഭാഗ്യം കിട്ടിയതിനെ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആദർശും അനി. പക്ഷേ ഈ കുടുംബത്തിൽ ഒരേ ഒരു കുഴിത്തിനുമ്പോൾ മാത്രമേ ഉള്ളൂ നശിച്ചത്, നമ്മുടെ അബി. അവൻ മാത്രമേ ഉള്ളൂ ഈ കുടുംബത്തിൽ ആകെ ഒരു കണ്ണന്തിരു കാണിക്കുന്നതായിട്ടെന്ന് നമ്മുടെ അജയൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ശരി അനാമിക മോളെ കള്ളക്കഥകൾ ഉണ്ടാക്കി ഇവിടെ നിന്ന് അടിച്ചിറക്കിയതിൽ കൂടുതൽ പങ്ക് നയനയ്ക്കാണെന്ന് പറയാം. അപ്പോൾ അജയൻ പറയാം, എടി നയനയുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത നിൻ്റെ മരുമോൾക്കുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ എൻ്റെ മാത്രം മരുമോളല്ല, നിങ്ങളുടെയും കൂടെ മോൻ്റെ ഭാര്യയാണ് അവൾ. അങ്ങനെ ഞാൻ അവളെ കണ്ടിട്ടുമില്ല, ഞാൻ ഒരിക്കലും അവളെ അനാമികനെ അങ്ങനെ അംഗീകരിക്കത്തുമില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും ശരി ഇവിടെ ആര് എന്ത് പരിപാടികൾ ആസൂത്രണം ചെയ്താലും നന്ദുവിനെ ഈ തറവാട്ടിൽ കൊണ്ടുവരാൻ ആരും കരുതണ്ട. അങ്ങനെ കൊണ്ടുവരാൻ ഇവിടെ പലർക്കും ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് അമ്മ ഇല്ല എന്ന് പിന്നെ കരുതിക്കോണമെന്ന് പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് കടന്ന് പോവാണ്. അപ്പോൾ അജയൻ അതൊക്കെ ആ ഒരു പിന്നെ ദേഷ്യത്തോടുള്ള സീനോട് കൂടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്റ്റേഷനാണ് കാണിക്കുന്നത്, പോലീസ് സ്റ്റേഷൻ. വീണ്ടും അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദു സ്റ്റേഷനിലിരിക്കുമ്പോൾ നന്ദുവിൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വരികയാണ്. അപ്പോൾ ഒരു വോയിസ് മെസ്സേജാണ്. അപ്പോൾ നന്ദു അത് ഓപ്പൺ ചെയ്ത് കേൾക്കുമ്പോൾ നമ്മുടെ അനി അയച്ചിരിക്കുന്നതാണ്. നന്ദു, എൻ്റെ പുതിയ നമ്പർ ഇതാണ്, സേവ് ചെയ്യുക. ഞാൻ ഇനി ഇതിൽ നീ വിളിക്കാനോ അല്ലെങ്കിൽ മെസ്സേജ് ഇടാനോ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതിയെന്നിങ്ങനെ അനി പറയുന്ന മെസ്സേജാണ്. അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു ഫോൺ വരികയാണ്. ജസ്റ്റ് മൊബൈലല്ല, അവരുടെ സ്റ്റേഷനകത്തുള്ള തന്നെ കോൾ വരികയാണ്. അപ്പോൾ അതെടുക്കുമ്പോൾ നമ്മുടെ CI സച്ചി സാറ് വിളിക്കുന്നതാണ്. നന്ദു വേഗം വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അവൾക്ക് അല്ലെങ്കിൽ തന്നെ അയാളെ ഇഷ്ടമല്ല, എന്തോ പോലെ ഒരു ക്യാരക്ടർ പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൾ അപ്പോൾ തന്നെ CIയുടെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വാ നന്ദു ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് എടുക്കുകയാണ് പുള്ളി. എന്നിട്ട് പുള്ളി ചിരിച്ച് ഏതാണ്ട് ഒരു ഇതുപോലെയൊക്കെ ഇരിക്കുകയാണ്. എന്നിട്ട് പറയും, ഇത് കണ്ടോ, ഇത് എന്താ സാറെന്ന് ചോദിക്കും. ഇത് ഞാൻ ഓരോ സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഓരോ പെണ്ണുങ്ങൾ എനിക്കത് അയച്ചിരിക്കുന്ന ലവ് ലെറ്റേഴ്സൊക്കെയാണെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കുറേ സാഹസിക കഥകൾ നന്ദുവിനോട് പറയണം. നന്ദു ഇങ്ങനെ ബ്ലിങ്കായിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അയാളെ പറയണേ, എനിക്ക് സിനിമയിലൊക്കെ ഒരു ചാൻസ് 1-2 ചാൻസ് കിട്ടിയതാണ്, പക്ഷേ എനിക്ക് ഫിലിം ഫീൽഡ് അത്ര ഇഷ്ടമല്ല. ഏതോ ഒരു നടൻ്റെ ഒരു ഫേസ് കട്ടൊക്കെ എനിക്കുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ കാക്കിക്കുള്ളിലെ കലാകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും അതൊന്നും ആ ഒരു രംഗത്തേക്ക് പോയിട്ടില്ല. എന്തായാലും ഇനി വേണം ഒരു കല്യാണമൊക്കെ കഴിക്കാൻ, എനിക്ക് മനസ്സിനൊത്തൊരു പെൺകുട്ടിയെ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നന്ദു മാരീഡാണോ എന്ന് ചോദിക്കും. അല്ല സാർ, പ്രപ്പോസലൊക്കെ വരുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട്. നന്ദുവിന് ആകെ ഒരു ഇറിറ്റേഷൻ പോലെ ഇയാളുടെ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാർ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ, ഞാൻ എന്നാൽ പൊക്കോട്ടെ. അപ്പോൾ അയാൾ ചോദിക്കും, CI ചോദിക്കും, നന്ദുവിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ. ഇല്ല സാർ, എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നന്ദു പോവാണ്. അങ്ങനെ നന്ദു അവിടെ നിന്ന് പോവാണ്. അപ്പം പുള്ളി ഇങ്ങനെ ഇരിക്കണം, ഒരു കാമുകൻ റോൾ നന്ദുവിൻ്റെ പുറകെ. എന്നിട്ട് പുള്ളി ചിന്തിക്കുന്നുണ്ട്, എന്തായാലും എനിക്ക് ഈ അടുത്ത് തന്നെ ഒരു ട്രാൻസ്ഫർ വരും, അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പോകുമ്പോൾ നന്ദുവും എൻ്റെ ഒപ്പം വേണം എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി ഇങ്ങനെ പുള്ളി ചിരിച്ചുകൊണ്ടിരിക്കുന്ന രംഗത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനി അനന്തപുരി തറവാടിന് എന്തൊക്കെ കോളിളക്കങ്ങളാണ് വരാനിരിക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ നന്ദുവിൻ്റെ ജീവിതത്തിൽ നമ്മുടെ CI സച്ചി എത്രത്തോളമാണ് ഇറിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.